GST നിരക്കിളവ് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കും? അതാണല്ലോ നമുക്കറിയേണ്ടത് അല്ലേ? അതൊന്ന് പരിശോധിച്ചാലോ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറഞ്ഞതോടെ കുടുംബ ബഡ്ജറ്റിൽ വലിയ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 2500 മുതൽ 3000 രൂപയുടെ വരെ കുറവ് മാസ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്ക് കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ലേബി, നമ്മൾ രാവിലെ എണീറ്റാൽ അങ്ങ് ആ പേസ്റ്റും ബ്രഷും ഒക്കെ കയ്യിലെടുക്കും, പിന്നെ അത് കഴിഞ്ഞ് പല്ലൊക്കെ ഒന്ന് തേച്ച് കുളിക്കാൻ കയറും. അപ്പോൾ ഈ പേസ്റ്റിന് വില കുറയുന്നുണ്ട്, ബ്രഷിന് വില കുറയുന്നുണ്ട്, നമ്മൾ കുളിക്കാൻ ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊക്കെ വില കുറയുന്നുണ്ട്. പിന്നെ ഒന്ന് കിച്ചണിലേക്ക് ചെന്നാൽ അവിടെ നെയ്യ്, നൂഡിൽസ്, പാസ്ത, ബിസ്ക്കറ്റ്, ഇങ്ങനെ പല സാധനങ്ങൾക്കും വില കുറയുന്നുണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നുണ്ട്. ഇനി ഒന്ന് കാർ വാങ്ങാൻ തീരുമാനിച്ചാൽ കാറിന് വില കുറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു കുടുംബ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ഇത് പ്രതിഫലിക്കുന്നത് ലേബി? നമുക്ക് മാസം എത്ര രൂപ ലാഭിക്കാം? റോഷിനി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആശ്വാസം വീട്ടമ്മമാർക്കാണ് വന്നിരിക്കുന്നത്. GSTയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നിരക്ക് വ്യതിയാനം സംഭവിച്ചപ്പോൾ അതിലേറ്റവും ആഹ്ലാദിക്കുന്നതും വീട്ടമ്മമാരായിരിക്കാം. കാരണം 453 നിത്യോപയോഗ സാധനങ്ങളുടെ വില, അതിൽ തന്നെ ഏതാണ്ട് 40 ഒഴികെ ബാക്കിയുള്ളവയ്ക്ക് വില കുറയുമെന്നൊക്കെയാണ് നമുക്കിപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ, ഇത് യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ, റോഷി നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം. രാവിലെ ഒരാൾ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് ടൂത്ത് പേസ്റ്റ് എടുക്കുന്നു, ബ്രഷ് എടുക്കുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ കാര്യമാണെങ്കിൽ ആ ടൂത്ത് ബ്രഷ് മുതൽ ടൂത്ത് പേസ്റ്റ് മുതൽ ഇങ്ങോട്ട് വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ പോകുമ്പോൾ സാധാരണ വീട്ടമ്മമാർ ചെയ്യുന്നത് ബാക്കി വരുന്ന പാൽ ഒരു റബ്ബർ ബാൻഡ് ചുറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ആ റബ്ബർ ബാൻഡിന് വരെ വില കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ടൂത്ത് പേസ്റ്റിന് ഏതാണ്ട് 15 രൂപ യുടെ കുറവ് പ്രതീക്ഷിക്കാം. ടൂത്ത് ബ്രഷിന് 5 മുതൽ 6 രൂപയുടെ വ്യത്യാസം. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ബ്രാൻഡിൻ്റെ വ്യത്യാസം അനുസരിച്ച് മാറാം. എന്നാലും ഏകദേശ കണക്കാണ് പറയുന്നത്. സോപ്പിന് ഏകദേശം 10 മുതൽ 15 രൂപയോളം ഒക്കെ വില കുറയും. അതങ്ങോട്ട് വില കൂടുന്ന സോപ്പിന് അതിന് ആനുപാതികമായി. എങ്കിലും സാധാരണ ഒരു സോപ്പിനാണെങ്കിൽ 10 രൂപയുടെയൊക്കെ വിലക്കുറവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഷാമ്പു, റോഷി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഷാമ്പുവിൻ്റെ കാര്യം പറയുന്നത്. ഷാമ്പുവിനും ഈ പറയുന്നത് പോലെ ഒരു 10 മുതൽ 15 രൂപ വരെ. ഇനി വലിയ വില കൂടിയ ഷാമ്പു ഒക്കെയാണ് റോഷി ഒക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി വിലക്കുറവ് അതിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം, വില വ്യത്യാസം പ്രതീക്ഷിക്കാം. ഏതായാലും ഇത്തരത്തിൽ ഇങ്ങനെ എല്ലാം നോക്കുമ്പോൾ വീട്ടമ്മമാർക്ക് പൊതുവെ ആശ്വാസകരമായ ഒരു അവസ്ഥ അടുക്കളയിലുണ്ട്. അതായത് ഭക്ഷ്യവസ്തുക്കളിൽ പനീർ, പിസ്ത, അതുപോലെ പാക്കറ്റ് ചപ്പാത്തിയൊക്കെ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് നഗരത്തിലേറെയും. നെയ്യ്, ചീസ്, ബട്ടർ, അതുപോലെ തന്നെ പാസ്ത, ഈന്തപ്പഴം, അത്തിപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, മൃഗക്കൊഴുപ്പ് എന്ന് മുതൽ ഇങ്ങോട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾക്കും വില കുറയുകയാണ്. ഒപ്പം തന്നെ പാക്ക് ചെയ്ത കരിക്കും വെള്ളം പുറത്ത് പോവുകയാണെങ്കിൽ, നമ്മളുടെ മക്കൾക്ക് പൈസ കൊടുത്ത് വിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പുറത്ത് പോവുകയാണെങ്കിലൊക്കെ ഒരു കണക്ക് പരിശോധിക്കാവുന്നതാണ്. പാക്കറ്റ് ചെയ്ത മിനറൽ വാട്ടറിൻ്റെ പൈസ കുറയും, പാക്ക് ചെയ്ത കരിക്കും വെള്ളത്തിന് പൈസ കുറയും. ഒപ്പം തന്നെ ഫ്രൂട്ട് പൾപ്പ്, സോയാ മിൽക്ക്, ഫ്രൂട്ട് ജ്യൂസ്, അങ്ങനെ പുറത്ത് നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന ജ്യൂസ് ഐറ്റത്തിനെല്ലാം തന്നെ വില കുറയുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ബിസ്ക്കറ്റ് അടക്കമുള്ള ലഘുഭക്ഷണങ്ങൾക്ക് വില കുറയും. ബിസ്ക്കറ്റ്, ഐസ്ക്രീം, കേക്ക്, കോൺഫ്ലെക്സ്, ചോക്ലേറ്റ്, ഇതൊക്കെ നമ്മൾക്ക് സാധാരണ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ നിത്യോപയോഗ സാധനത്തിൽ തന്നെ പെടുന്നതാണ്. ഈ ചോക്ലേറ്റും കോൺഫ്ലെക്സും ചോക്കോസും എല്ലാം, ഇതിനെല്ലാം വില കുറയുമെന്നാണ് ഇപ്പോൾ കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിലോ ജീവൻ രക്ഷാ മരുന്നുകൾ അടക്കമുള്ള മരുന്നുകൾക്ക് വില കുറഞ്ഞിട്ടുണ്ട്. ഇതും കുടുംബ ബജറ്റിനെ സ്വാഭാവികമായും കുറയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുള്ള വീടൊന്ന് പരിശോധിച്ചാൽ നോട്ട്ബുക്ക് മുതൽ പെൻസിൽ ഷാർപ്പനർ മുതൽ പെൻസിൽ മുതൽ ഇങ്ങോട്ട് ബാക്കിയുള്ള ക്രയോൺസ്, ഇറേസർ മുതൽ അങ്ങനത്തെ എല്ലാ സ്റ്റേഷനറി വസ്തുക്കൾക്കും വില കുറയും. ഒപ്പം തന്നെ തുണിത്തരങ്ങൾ, വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ് തുണിത്തരങ്ങൾ. ഇത് 2500 വരെയുള്ള തുണിത്തരങ്ങൾക്ക് GST 5% കുറയും. നേരത്തെ ഇത് 1000 രൂപ വരെയായിരുന്നു ഈ കണക്ക് നിജപ്പെടുത്തിയിരുന്നത്. അതായത് 2500 ഇത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിൽ കുടുംബത്തിൽ എല്ലാവർക്കും ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് തന്നെ ജിം, സലൂൺ, യോഗ സെൻറ്റർ, അതിൻ്റെ 18% നികുതിയാണ് ഇപ്പോൾ 5% കുറയുന്നത്. ഒപ്പം തന്നെ റോഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർ ഒന്ന് വാങ്ങാൻ തീരുമാനിച്ചാൽ കാറിന് വില കുറഞ്ഞു. TVയോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളോ വാങ്ങാൻ തീരുമാനിച്ചാൽ അതിന് വില കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ, അത് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ മുതൽ നമ്മൾ ഇടയ്ക്ക് വാങ്ങുന്ന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് വരെ വില കുറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു മാസം ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റ്
നോക്കുന്ന ആൾക്ക് 2500 മുതൽ 3000 വരെ രൂപ ലാഭിക്കാമെന്നാണ് ഈ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് റോഷിനി. ഓക്കെ, അപ്പോ കണക്ക് കൂട്ടലുകൾ ഒന്നും തെറ്റാതിരുന്നാൽ മതി. ഒരു മാസം നമ്മൾ ഈ കുടുംബ ബഡ്ജറ്റ് ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുമ്പോൾ 2500, 3000 ഒക്കെ കുറഞ്ഞാൽ പിന്നെ അത് വളരെ ഹാപ്പി ആയ കാര്യമാണല്ലോ അല്ലെ.